നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. 1202 ചിങ്ങമാസം പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. പൂരം നക്ഷത്രക്കാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. പൂരം നക്ഷത്രക്കാർക്ക് ഈ കൊല്ലം കൂടുതലും ഇത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമാണ്. ഇപ്പോൾ തന്നെ വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത്. കാരണം നിങ്ങളുടെ ദോഷങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്കെങ്കിലും പറ്റും. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ശനി 8-ലും വ്യാഴം 12-ലും 2 ഗ്രഹങ്ങൾ പിഴച്ച് നിൽക്കുന്ന സമയം. ഇങ്ങനെ ഗ്രഹപ്പഴയെന്ന് പറയും. ആളുകൾ പറയലൊക്കെ നല്ല ജോലി ഉണ്ടായിരുന്നു, വിദ്യ ഉണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, ഭർത്താവ് ഉണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, വണ്ടി ഉണ്ടായിരുന്നു, ബിസിനസ് എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം കൈവിട്ടു. എന്തെല്ലോ ഗ്രഹപ്പഴയായിരിക്കും. ഇതാണ് ഗ്രഹപ്പഴ. ഒരു സുനാമി വന്ന് എല്ലാം അടിച്ചുകൊണ്ട് പോകും കണക്കുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളെ വിചാരിച്ചാൽ പറ്റും. കാരണം ശനി 8 നിൽക്കുന്ന 2026 ഡിസംബർ വരെ ശനി 8 ഉണ്ട്. അത് കഴിയുമ്പോൾ ശനി മാറ്റമുണ്ട്, നിങ്ങൾക്ക് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞാലും 2027 അവസാനത്തോടു കൂടി വക്രത്തിൽ വീണ്ടും ഈ മരണസ്ഥാനത്ത് ശനി വരും. അപ്പം വീണ്ടും നമുക്ക് ഗ്രഹപ്പഴയല്ലേ. നമ്മളിപ്പം ഡിസംബർ മാറി എന്ന് പറഞ്ഞെങ്കിലും വീണ്ടും നമുക്ക് കിടക്കുകയാണല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. 8 ശനി നിൽക്കുമ്പോൾ നമുക്ക് വളരെ ദോഷമാണ്. സർവ്വ ഐശ്വര്യത്തിനും മങ്ങല്, വിവാദം ഒന്ന് മാറി ഓരോ വിപത്തുക്കൾ, അപവാദം, നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് പോലും പോലീസ് കേസുകൾ, ജയിൽവാസങ്ങൾ, ഒരു ദിവസമെങ്കിലും നമുക്ക് കോടതിയിലൊക്കെ കയറി ഇറങ്ങാനുള്ള യോഗം. മടസുഖം തറവാട്ടിലുള്ള കുടുംബക്കാരുമായിട്ട് കൊടുക്ക്. അതേപോലെ ഗതാഗത വിഘ്ന പോണ കാര്യങ്ങളെല്ലാം ഒരു തവണ പോയാൽ നേടേണ്ടുന്ന കാര്യങ്ങൾ കുറഞ്ഞൊരു 3 തവണയെങ്കിലും പോകേണ്ടി വരും. മഠം അതേപോലെ മരണസ്ഥാനമാണ്. ബന്ധുക്കളുടെ മരണ ദുഃഖങ്ങൾ, നമുക്കുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ, അറ്റാക്കുകൾ, സർജറികൾ, അങ്ങനെ ദോഷം പിടിച്ചൊരു സമയമാണ് ശനി 8 സഞ്ചരിക്കുമ്പോൾ. 12 വേഴം 2026 6-ാം മാസം 2-ാം തീയതി മുതൽ 2027 ജനുവരി 6-ാം മാസം 26-ാം തീയതി വരെ വേഴഗ്രഹം 12-ലാണ്. അപ്പോൾ 12-ാം വേഴം എന്ന് പറഞ്ഞൊരു സമ്പന്ന ദരിദ്രനാവുന്ന സമയം. ആളുകളുടെ ഇടയിൽ വീടുണ്ട്, വസ്തുണ്ട്, പൈസ ഉണ്ടെന്ന് കാണിക്കണമെങ്കിലും നമുക്ക് ലോൺ അടയ്ക്കാൻ പോലും പൈസ ഇല്ലാതെ ബാങ്കുകാർ ജപ്തിക്ക് വരുന്ന സമയമാണ്. ഏറ്റവും വലിയ സമ്പന്നന്മാർ പോലും സാമ്പത്തിക കുരുക്കിപ്പെടുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ ഇടി ഇൻകം ടാക്സും ഒക്കെ പിടിച്ചുകൊണ്ട് പോകും. ഒരു പൈസ ഇല്ലാതെ എന്ന സാധാരണ ബാങ്കുകാർ ജപ്തി ചെയ്തുകൊണ്ട് പോകും. ആരെങ്കിലും മരിച്ചാലും നിങ്ങളെ നിമിത്തമാണ് മരിച്ചതെന്ന് വരെയൊക്കെ. നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഉദ്യോഗത്തിൻ്റെ നടപടികളെടുക്കുമ്പോൾ അവർ എത്താലും ആ പ്രയാസം. അതേപോലെ ഒരു ബാങ്ക് മാനേജരാണെങ്കിലും ജപ്തിക്ക് പോകുമ്പോൾ അവിടെ കയറി അവർ ചത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുഴപ്പം. ഒരു അധ്യാപകരാണെങ്കിൽ പിള്ളേർ കലപിച്ചാൽ മരിച്ചാൽ പോകണമെങ്കിൽ അതിൻ്റെ പേരുദോഷം നമുക്ക്. അങ്ങനെ ആരോടും നമുക്കൊരു വിരോധം ഇല്ലെങ്കിലും നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് നമ്മൾ പ്രതിയാവുന്നതും, വലിയ ഉദ്യോഗസ്ഥന്മാരും അധികാരികളും പോലും പല അപവാദത്തിലും കേസിലും കുടുങ്ങുന്നതും, പ്രയാസങ്ങളെ കൊണ്ട് ജീവിതം നിവൃത്തിയില്ലാതെ വരുന്നതും, ആളുകൾ വധശ്രമം വരെ നടത്തും, നമ്മളെ കൊല്ലാനും അല്ലാതെ നമുക്ക് മറ്റുള്ളവരെ കൊല്ലാനും തോന്നിപ്പോണതുമായ സമയമൊക്കെയാണ്. കാരണം ഈ 12 വേഴം നിൽക്കുമ്പോൾ പ്രമാണ അരിഭവനെ സഹജൈവ ബൃഹദാമ്പത്യോ സ്ഥിതി കലഹ നൃപപീഡ നിധനഗതേ ലഗ്നേൻ ദുഃഖ്യം വധോ വേ. ലഗ്നത്തിൻ്റെയോ ബന്ധുവിൻ്റെയോ ചന്ദ്രൻ്റെയോ 12 വേഴം സഞ്ചരിക്കുമ്പോൾ വാദോ വയ്യ. വാദോ എന്ന് വെച്ചാൽ നമ്മളെ കൊല്ലാനും ആളുകൾ നടക്കും, നമുക്കും ആളുകളെ വെട്ടണം കൊല്ലണമെന്ന് വിചാരിക്കും. നമ്മളങ്ങനെ വിചാരിക്കാത്തവരാണെങ്കിൽ പോലും ഒരുത്തൻ നമ്മളെ അടിക്കാൻ വേണ്ടി ഒരു വടിയും കൊണ്ടുവന്നാൽ പിടിക്കാച്ച അവൻ്റെ വണ്ടിയെ അടിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ ഗുണ്ടാ നിയമപ്രകാരം അകത്ത് കിടക്കും, വധശ്രമത്തിന് കേസെടുക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള സമയം. അതുകൊണ്ട് നമ്മൾ മയമായിട്ട് പൊയ്ക്കോണം. എന്ത് കാര്യത്തിന് പോയാലും ശത്രുക്കളും ഗുണ്ടകളും ഉള്ള കാലത്ത് നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഒതുങ്ങി ജീവിച്ചാലും ഒരുത്തരും നമ്മളെ സ്വസ്ഥത തരാതെ ഏഷണിയും ഭീഷണിയും പെടുത്തുന്ന സമയമാണ്. നമ്മൾ ഒരു ശുദ്ധ മനസ്ഥിതിയുള്ള ആളാണ്. പക്ഷെ വാശിയും ദേഷ്യവും കോപവും ആര് പറഞ്ഞാലും കേൾക്കാത്തവരാണ് ഈ പൂരം നക്ഷത്രം. അപ്പം അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ നമുക്കേ പറ്റൂ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട്.
വേഴൻ എന്ന് പറയുന്ന ഗ്രഹം 12-ന് 10-ാം മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് 1-ലേക്ക് വരും. അവിടെ ഇത്തിരി മൂലം കുറച്ച് ആശ്വാസവും പുരോഗതിയൊക്കെ കിട്ടും. എങ്കിലും ഈ ഒരു കൊല്ലം നമുക്ക് പുതുവർഷം എന്ന് പറഞ്ഞ് സന്തോഷിക്കപ്പെടാനുള്ള വക കുറച്ചേ ഉള്ളൂ. അത് നമുക്ക് ജാതകത്തിൽ നല്ല സമയമാണ് എങ്കിൽ നമുക്ക് ദോഷങ്ങൾ കുറഞ്ഞിരിക്കും. അതേസമയം ജാതകത്തിലും കൂടി ഗ്രഹപ്പിഴ ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം വിഷമതകൾ വരും. ഈ വേഴനെന്ന് പറയുന്ന ഗ്രഹം ഈ ബുദ്ധിയും പുത്രരും സ്നേഹദേഹമത്വം ഗുരുത്വവും സുഖവും മന്ത്രത്വം നയവും വസയും ഗുരു. ബുദ്ധിയുടെ ആളാണ്, പുത്രന്മാരുടെ സന്താനകാരകനാണ്, ഭാഗ്യകാരകനാണ്, ഐശ്വര്യകാരകനാണ്, ധനകാരകനാണ്. ബുദ്ധി അങ്ങനെ എല്ലാ ഭാഗ്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് വേഴൻ. ഈ ദിഷണയെ അനുകൂലെ പ്രായോ അനുകൂലാക്ക സകലാശ്രയ. വേഴൻ എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് അനുകൂലമായിട്ട് സഞ്ചരിക്കുമ്പോൾ എല്ലാ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും കൊണ്ട് സർവ്വകാര്യങ്ങളും ജയിക്കുമെന്നും ഈശ്വരാനുകൂല്യം മറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഈ കൊല്ലം. അതുകൊണ്ട് ഈശ്വരൻ്റെ ആ അനുകൂലം വരെ നമുക്ക് കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് പാവം നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേഴം 12 പാവം, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അകൃത്യങ്ങളായ പ്രവൃത്തികൾ ചെയ്യണതാണ് പാവം. വേഞ്ചാന്ന് വെച്ചാൽ എത്ര ലക്ഷം രൂപ കയ്യിരുന്നാലും അത് ചിലവായിക്കൊണ്ട്. വേഞ്ച പതനം, 2 പതനം, വാഹനത്തിൽ നിന്നൊക്കെ വീഴണത്, സ്റ്റെപ്പിൽ നിന്നൊക്കെ ചറക്കി വീണത്, ഒടുവിൽ ചിലവൊക്കെ ഉണ്ടാകുന്നതൊക്കെയാണ് വേഞ്ച പതനം. സ്ഥാനഭ്രംശം വെച്ചാൽ വീട് വിട്ടുപോകാനും നാട് വിട്ടുപോകാനും ഒക്കെ തോന്നും. ഉള്ളത് വിറ്റ് കുറയ്ക്ക് തോന്നും. പൂർവിക വസ്തുക്കൾക്ക് വിറ്റിട്ട് പുതിയ വസ്തു വാങ്ങിക്കണേ തെറ്റില്ല, പക്ഷെ ഉള്ളത് വിറ്റിട്ട് വല്ല ബിസിനസ്സിന് വിദേശ യാത്രയ്ക്കൊക്കെ നമ്മൾ ശ്രമിക്കണമെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു ഗുണോ ഭാഗ്യമോ കിട്ടൂല. ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും വേണ്ടൂല, കൈയിരിക്കണ വസ്തുക്കളും ധനങ്ങളും പോവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ബുദ്ധിയും പുത്രരും. ബുദ്ധിയാണ് നമ്മൾ ആലോചിക്കാതെ പല പരിപാടികളിലും ചെന്ന് ചാടിപ്പോവും. ബുദ്ധിയും കഴിവൊക്കെ ഉള്ള ആൾ എങ്ങനെ ചെന്ന് ആ കുരുക്കി പെട്ടതാ എന്തോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ബുദ്ധിയും പുത്രരും. പിള്ളേരുമായിട്ടും വഴക്കുകൂടൊക്കെ കൊണ്ട് സന്താനങ്ങൾ പറയണം, നമ്മൾ കേൾക്കണം. നമ്മൾ പറയണത് പിള്ളേർ കേൾക്കണ സമയമാണ്. സന്താന ക്ലേശമുണ്ട്. പിള്ളേർ കലപിച്ചു പോകുന്നത് ഏറ്റവും നല്ലത്. മരിച്ച് വേർവിട്ടു പോവുകയോ കലകിച്ച് വേർവിട്ടുകയോ ചെയ്യുന്ന സമയമാണ് വ്യഞ്ച. അങ്ങനെ സന്താനങ്ങളെ കൊണ്ടുള്ള പ്രയാസം. പിള്ളേർക്കും പല ഭീഷണികളും. അവർക്ക് ജോലി കിട്ടിയില്ല, കല്യാണം കിട്ടിയില്ല, പൈസ കിട്ടിയില്ല, അഡ്മിഷൻ കിട്ടിയില്ല എന്നുകൊണ്ട് നമുക്കായിരിക്കും ടെൻഷൻ. അപ്പം അങ്ങനെയുള്ള പ്രശ്നം. പരീക്ഷയ്ക്ക് എഴുതിയാലും ജയിക്കും, പക്ഷെ ചെറിയ 1/2 മാർക്കിന് 1 മാർക്കിനൊക്കെ തോറ്റുക. റാങ്ക് ലിസ്റ്റ് കിടന്നാലും ജോലി കിട്ടാതിരിക്കുക. കിട്ടിയ ജോലി വേണ്ടാന്ന് നമുക്കങ്ങ് തോന്നിക്കുക, കളയരുത്. അതേപോലെ വിവാഹം നടക്കാൻ തടസ്സം, മക്കളുണ്ടാകാൻ തടസ്സം, ദുർമരണം, അകാല മരണം, അപകട മരണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം കൂടെയൊക്കെയാണ് ഈ വേഴഗ്രഹം 12 സഞ്ചരിക്കുന്ന സമയം. ജാതകത്തിലാണ് 12 വേഴം നിൽക്കണമെങ്കിൽ ഭയങ്കര ദോഷമാണ് ഈ സമയം എന്ന് വിചാരിക്കണം. അപ്പം അങ്ങനെ നമ്മൾ സുദർശന പൂജ, നരസിംഹമൂർത്തി പൂജ, ഐശ്വര്യ പൂജ, വിഷ്ണു സഹസ്രനാമ അർച്ചനകൾ, കുടുംബദേവന്മാർക്ക് വഴിപാട് പൂജ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ മാറിക്കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ രാവിലെ വൈകുന്നേരം വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളിലും മാസത്തിൽ ഒരു ദിവസമെങ്കിലും കുടുംബക്ഷേത്രത്തിലും ഒക്കെ പോയി ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരുപാട് വിനകളും ദുരന്തങ്ങളും ദോഷങ്ങളും തീർച്ചയായിട്ടും നമുക്ക് മാറാനും നല്ലത് വരാനും ഉള്ള ചാൻസ് നമുക്ക് കിട്ടും. ഈ ദോഷങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോഴാണ് നമ്മൾ കുരുക്കി പോകുന്നത്. കാരണം നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾ പോലും നമ്മളെ മണ്ടേ ചാർത്തണ സമയം. അപ്പോൾ ജാതകം പരിശോധിച്ച് നോക്കണേന് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസും അയച്ചു തരണം. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഫീസ് ആരും തരണില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഏത് ജോലി ചെയ്താലും അതിനൊരു ഫീസ് കിട്ടേണ്ടുന്നതാണ്. നമ്മൾ തോനെ പൈസയാണ് ചോദിക്കുന്നതാണ്, പിശുക്കനാണ്, ഭയങ്കര അത്യാഗ്രഹിയാണെന്നൊക്കെ പലരും കമൻറ്റുകൾ ഇടുന്നത് കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമാക്കാരന് എത്ര രൂപ കിട്ടും? ഒരു നേരം പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന വലിയ വക്കീലന്മാർക്ക് എത്ര കിട്ടണം? ഒരു ഡോക്ടർക്ക് എത്ര രൂപ കിട്ടണം? നമുക്കൊരു കാര്യം പറഞ്ഞാൽ നമ്മളും അക്കാഡമിക്കൽ ലെവലിൽ പഠിച്ചിട്ടുള്ളവരും കോളേജിലൊക്കെ പോയിട്ടുള്ളവരും ഫീസ് കൊടുത്ത് പഠിച്ചിട്ടുള്ളവരൊക്കെയാണ്. അല്ലാതെ എന്തെങ്കിലും അല്ല, ഇതൊക്കെ ശാസ്ത്രങ്ങളാണ്. അപ്പോൾ ഇത് അന്ധവിശ്വാസം എന്നൊക്കെ പലവർക്കും പറയാമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഒരുപാട് കട്ടപ്പാടുള്ള ഒരു വിദ്യയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു അന്ധവിശ്വാസമാണ് ശാസ്ത്രം ഒന്ന് പഠിച്ചു നോക്കിയിട്ട് പ്രവർത്തിച്ച് നോക്കുക. അപ്പോൾ നല്ലതാണോ കെട്ടതാണോ എന്ന് അറിയാൻ പറ്റും. അപ്പം എല്ലാം നമുക്ക് ഈ പറയുന്ന
പരിഹാരങ്ങൾ ചെയ്ത് പരിഹരിച്ചു പോകണം. അത് നിങ്ങൾ മൃത്യുഞ്ജോമം, ഗണപതി പൂജ, ഐശ്വര്യ പൂജ, നവഗ്രഹ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങളുമാണ്. ഈ ഒരു കൊല്ലം നിങ്ങൾ വലിയ പ്രതീക്ഷകൾ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനൊന്നും പോവല്ലോ, ജീവിച്ച് നിൽക്കണം. അടുത്ത കൊല്ലം തൊട്ട് നമുക്ക് നല്ലത് വരും. ശനി 9 വരുന്നതും വ്യാഴം നമുക്ക് 1 വരുന്നതുമായ ഘട്ടങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഭയങ്കര ഒരു സുനാമി വന്ന് പോയതുപോലെ ദോഷങ്ങൾ മാറി നല്ല ഗുണങ്ങളിലേക്കും സന്തോഷത്തിലേക്ക് സമൃദ്ധിയിലേക്ക് വരും. ഇതാന്നും കൊണ്ട് ഒരു വർഷം അങ്ങ് പോവും. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് നല്ല ഗുണങ്ങൾ കിട്ടും. കാരണം ഡിസംബർ വരുമ്പോൾ ശനി പാകിസ്ഥാൻ വരുമ്പോൾ ഭയങ്കര ഭാഗ്യം കിട്ടും. വ്യാഴം 12 മാറി 1 വരുന്നുണ്ട്. ആ സമയം നമുക്ക് 10-ാം മാസം മുതൽ ജനുവരി എത്തിപ്പൂടെ നല്ല സമയം കിട്ടും. അവിടെയൊക്കെ ഇച്ചിരി നേട്ടങ്ങളും കാര്യവിജയങ്ങളൊക്കെ കിട്ടും. പക്ഷെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വർഷത്തേക്ക് ഒരു മോശമാണ്. അപ്പം അതിന് നിങ്ങൾ ഇന്ന് മുതലേ പ്രാർത്ഥന തുടങ്ങിക്കോ. ഏത് അമ്പലത്തിലാ, പള്ളിയിലാ, ദൈവങ്ങളെടുത്താ പോകണം. എല്ലാവരോടും സ്നേഹം കാണിച്ച് മയത്തി പോകണം. കുരുക്കുകളിൽ ചെന്ന് ചാടൽ, റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റുകൾ, ബിസിനസ്സൊക്കെ ചെയ്യണവർ ഈ കൊല്ലം ഒന്ന് ഒതുങ്ങിക്കോളണം. ഇപ്പം നമ്മൾ കോടീശ്വരനാകാൻ ശ്രമിച്ചാൽ നമുക്കെല്ലാം കയ്യിൽ നിന്ന് പോവും. ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി കാലഭൈരവസ്വാമിയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്തവാവിനും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയവും, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, അമാവാസി പൂജകളെല്ലാം ഉണ്ട്. പങ്കെടുത്താൽ ഏറ്റവും നല്ലതാണ്. പൂജ കാര്യങ്ങൾ നടത്തുന്നതിന് താല്പര്യമുള്ളവരെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.